ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടിമോ ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇൻട്രോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടിമോ ഹോൾ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണ്, കാരണം അവർക്കും അത് പർച്ചേസ് ചെയ്യാം, അതേപോലെ തന്നെ കുറേ പ്രോഡക്ട്സ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ്, ആ പ്രോഡക്ട്സ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. ഫസ്റ്റ് തന്നെ എൻ്റെ ഷൂസ് ആണ് കേട്ടോ. ഞാൻ ഈ അടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷൂസ് ആണ്. എൻ്റെ മുന്നത്തെ ഷൂസ് ഒന്ന് പൊട്ടിപ്പോയി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓഫീസിലേക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷൂസ് ആണ് മേടിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള പാക്കേജിങ്ങിലൊക്കെയാണ് അവർ കൊടുത്തു വിട്ടിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പാക്കേജ്, ഒരു പാക്ക് ചെയ്ത രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇത് വന്നിട്ട് ബ്ലാക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹീൽസ് ഉള്ള ഷൂസ് ആണ് കേട്ടോ. കുറേ പേര് കഴിഞ്ഞ വീട്ടിൽ ഞാൻ ഷൂസ് ഒക്കെ മേടിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സൈസാണ് മേടിക്കുന്നതെന്ന്. ഞാൻ ഏറ്റവും ചെറിയ സൈസാണ് മേടിക്കാറുള്ളത്. 35.5 ആണ് എൻ്റെ കാലിൻ്റെ ശരിക്കത്തെ ലെങ്ത്, അതായത് സൈസ് വരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഷൂ. ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള ഷൂ ആണ്. നമുക്ക് ഓഫീസിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഒരു പ്രൊഫഷണൽ ഷൂസ് ആണ് കേട്ടോ. ചെറിയ ഹീൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഭയങ്കര വലിയ ലോങ് ഹീൽസ് ഒന്നും അല്ല, ചെറിയൊരു ഹീലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ പർച്ചേസ് വന്നിട്ട്. സെക്കൻഡ് പർച്ചേസ് എന്ന് പറയുന്നത് ചെരുപ്പ് തന്നെയാണ് കേട്ടോ. സോ ഇതാണ് ചെരുപ്പ് വന്നിട്ട്. എനിക്ക് അവരുടെ ഇങ്ങനത്തെ കവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടോ, സിബുള്ള പോലത്തെ കവേഴ്സ് ഭയങ്കര രസമായിരിക്കും കാണാൻ, ഭയങ്കര ക്യൂട്ടാണ് കവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പാണ്, നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി പറ്റിയിട്ടുള്ള, അതായത് ഇൻഡോർ യൂസിന് പറ്റിയിട്ടുള്ളൊരു ചെരുപ്പാണ്. ഇതിൻ്റെ കളറാണ് ഭയങ്കര പ്രിറ്റി, ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇതെല്ലാം സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അഫോർഡബിൾ റേഞ്ചും കൂടിയാണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ 36 to 37 സൈസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെനിക്ക് കുറച്ചും കൂടി വലിയ സൈസ് വേണമെന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കേണ്ട, വീട്ടിലിടാനുള്ള ചെരുപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള ചെരുപ്പാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ തേർഡ് പർച്ചേസ് എന്ന് പറയുന്നത് എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു സാധനമായിരിക്കും, നമ്മളെ മേക്കപ്പ് ഓർഗനൈസർ എന്ന് പറയുന്ന സംഭവം. ഇത് ഞാൻ വളരെ അഫോർഡബിൾ റേഞ്ചിൽ കണ്ടതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ. ഇതാണ് എൻ്റെ മേക്കപ്പ് ഓർഗനൈസർ. അത്യാവശ്യം കുറേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള പോലത്തെ ഒരു മേക്കപ്പ് ഓർഗനൈസർ ആണ്. ഇതിൻ്റെ മെറ്റീരിയലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫൈബർ മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത്ര റേറ്റ് കുറഞ്ഞിട്ടൊക്കെ മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും അതേപോലെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ എങ്ങനെ നോക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെല്ലാം വായിച്ചു നോക്കുക. പിന്നെ റേറ്റിംഗ് കൂടുതലുള്ള പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഓർഗനൈസർ വന്നിട്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ പിരിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഓർഗനൈസർ ആണ് കേട്ടോ. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റില്ല. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇത്രയും അറകളുണ്ട് ഇതിന്, കണ്ടോ. നമുക്ക് ലിപ്സ്റ്റിക്സും ബ്രഷസും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗനൈസർ ആണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഭവം ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വന്നപ്പോഴാണ് ഇത് കാണുന്നത്, കാരണം ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് എന്താ പർച്ചേസ് എന്ന് പറയുന്നത്, വീണ്ടും നമുക്കൊരു ഓർഗനൈസ് ഒക്കെ ചെയ്ത് ഇതെല്ലാം ഭയങ്കര നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ്, ബ്ലാക്ക്, റെഡ് ഒക്കെ കളേഴ്സ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് സംഭവം മേടിച്ച. ഒരു ബാസ്ക്കറ്റ് പോലത്തെയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ക്രീമുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ വേറെ എന്തെങ്കിലും എടുത്താലോ എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. അതൊക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തിനൊക്കെ അത് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഇതാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബാസ്ക്കറ്റ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ബാസ്ക്കറ്റാണ്. ഒരു ക്ലോത്ത് മെറ്റീരിയൽ ആണ് കേട്ടോ അതിന് വരുന്നത്. ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തൊടുമ്പോഴത്തേക്കും പിടിക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര നല്ല ക്വാളിറ്റി ഐറ്റം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു ക്ലോത്ത് മെറ്റീരിയൽ ആണ്. എനിക്ക് ഇത് വാഷ് ചെയ്യാൻ വരെ പറ്റുന്നുള്ളത്. സോ ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ഒക്കെ ടിമോയിൽ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം ആണ് ഇത്. ഇത് ഞാൻ അയറുമിൻ്റെ കുറച്ച് ടോയ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ ഇതാണ് ഒരു ബാസ്ക്കറ്റ് പോലെ തന്നെ ഉള്ള സാധനമാണ്, കണ്ടോ. അത്യാവശ്യം നീളമൊക്കെ ഉള്ള ഒരു സാധനം, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റിയ പോലത്തെ ഒരു ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോണ്ടറി ബാസ്ക്കറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിന് ഇങ്ങനെ ചെറിയൊരു ടൈയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ
ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ടും വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഞാൻ മുന്നേ കണ്ടപ്പം അതിൽ കണ്ട സമയത്ത് ഇത്ര ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇതിന് അത്ര റേറ്റിങ്ങും ഇല്ല കേട്ടോ. പിന്നെ ഞാനിത് ഭയങ്കര വില കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ നല്ല ക്യൂട്ടാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വൈറ്റ് ഒക്കെ അവൈലബിൾ ആയിരുന്നു നോക്കുമ്പോഴത്തേക്കും. പിന്നെ പെട്ടെന്ന് ചളിയായി പോകുന്നത് കൊണ്ടും നമ്മൾ കുട്ടികളുടെ അടുത്ത് ഈ ഒരു സാധനം കൊടുക്കുന്നത് കൊണ്ടും ഇങ്ങനത്തെ കുറച്ചൊരു ചളിയായ അത്ര അറിയാത്ത പോലത്തെ ഷെയ്ഡ്സ് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് പർച്ചേസ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതെല്ലാം പർച്ചേസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ടിമുവിൽ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഓൺഗോയിങ് ആണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. പിന്നെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അതിലെന്തൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത്, മെറ്റീരിയൽ ഏതാണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക. കളർ ഷെയ്ഡ്സും ഒരുപാട് അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചതിലൊക്കെ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത്, നിങ്ങൾ ഷൂസ് ചപ്പൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങളെ സൈസ് വൺസ് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ഓപ്ഷനാണ് കേട്ടോ. എനിക്കൊക്കെ എടുക്കുന്നത് 5.5 അല്ലെങ്കിൽ 36 ഒക്കെയാണ് എടുക്കുന്നത്. കാരണം എൻ്റെ കാല് കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറിയ സൈസ് നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ വൺസ് അതിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, സൈസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റ്സിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.